നോക്കുക. ആ വഴി ദൂരെ ഒരു നീല വഴി തുടങ്ങുന്നിടത്തൊരു നീല കാണാം. അതാണ് ഒരു ചെറിയ തട്ടുകടയാണ്. അവിടെ വണ്ടി ഇട്ടിട്ട് ആ പുതിയതായിട്ട് വെട്ടിക്കുന്ന ആ റോഡ് തീരുന്നിടം വരെ വരാം. അതിനുശേഷം നമ്മൾ ഈ മലയുടെ സൈഡിൽ കൂടെ മുകളിൽ കയറിയിട്ട് ഇതിന് സൈഡിൽ കൂടെ നടന്നാണ് ഇതിലെയാണ് നമ്മൾ നടന്ന് ഇങ്ങനെ എത്തി നമ്മളിങ്ങനെ മേലേക്ക് കയറിപ്പോയി ആ മലയുടെ ടോപ്പിലെത്തിയത്. ഈ നടന്ന് കയറി വരുന്ന വഴികൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം, നോക്കിക്കൊള്ളുക. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള വഴികളാണ്. ചെങ്കുത്തായ ഇറക്കമാണ്, കല്ലുകളാണ്, രണ്ട് സൈഡും അഗാധ ഗർത്തങ്ങളാണ്. കാലിലെത്തി വീഴുന്ന അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. കാരണം ഇങ്ങോട്ട് നല്ല ഗർത്തമുണ്ട്, അങ്ങോട്ട് നല്ല ഗർത്തമുണ്ട്. പക്ഷെ അതിന് നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ പറഞ്ഞ കല്ലുകൾക്കൊക്കെ ഇടയിലൂടെ ഇങ്ങനെയൊക്കെ വേണം നടന്നു പോകണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നടക്കാം. ഇതാ അപ്പം ഈ സൈഡ് ഗർത്തമാണിത് കണ്ടോ. നേരെ മറിച്ച് മലയുടെ ടോപ്പ് ലെഫ്റ്റ് സൈഡ് സൈഡിലേക്ക് ഇറങ്ങുന്ന മലയുടെ വഴി തന്നെ പോകാം. ഇത് ഈ മുതുകോര മലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കമ്പം, തേനി, മധുര തേനി ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കുമളി വഴി മുണ്ടക്കയത്തെത്തിയിട്ട് മുണ്ടക്കയത്ത് നിന്നും നമ്മുടെ ഇളങ്കാട് ഏന്തിയാർ പോകുന്ന വഴിയിൽ വന്നിട്ട് കൂട്ടിക്കൽ വഴി, കൂട്ടിക്കൽ നിന്ന് പ്ലാമ്പള്ളി, ഈന്തുംപള്ളി വഴി ഇവിടെ പറയുന്നുണ്ടാ. ഇത് വാഗമൺ സൈഡാണ്. നിങ്ങളുടെ വാഗമണിലെ ബിൽഡിങ്ങുകൾ, രണ്ട് കെട്ടിടങ്ങൾ വാഗമണിൽ നിങ്ങൾക്ക് ദൂരെ കാണാം. വാഗമണിൽ കഴിഞ്ഞ മഴയത്ത് ഉരുൾ പൊട്ടിയതാണ് കാണുന്നത്. വാഗമണിൽ താഴെ വശം കാണുന്ന ഇളങ്കാട്, ഏന്തിയാർ, കുട്ടിക്കൽ ആ ഭാഗമാണ്. കൂട്ടിക്കൽ അങ്ങോട്ടായിട്ട് കൂട്ടിക്കൽ നമുക്കൊന്നും കാണത്തില്ല. ആ മലയുടെ അങ്ങേ ചെരുവാണ് കൂട്ടിക്കൽ. ഇതാണ് ഈന്തുംപള്ളി എന്ന് പറഞ്ഞാൽ വഴി വെട്ടി കാണുന്നതാണ് ഈന്തുംപള്ളി. ആ വഴി തുടങ്ങുന്നിടത്തൊരു നീല കാണുന്ന അവിടെയാണ് ഞാൻ വണ്ടി ഇട്ടേക്കുന്നത്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളൊക്കെ ആ വഴി വെട്ടി തീർന്നിടം വരെ കയറി വരാൻ പ്രശ്നമില്ല. ഞാൻ പുതിയ റോഡായതുകൊണ്ട് റിസ്ക് എടുക്കണമെന്നത് വണ്ടി അവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. ഇതിങ്ങോട്ട് ഈ റോഡ് നിങ്ങൾക്ക് താഴെ കറങ്ങിയിറങ്ങി പോകുന്നത് കാണാം. അത് നേരെ പൂഞ്ഞാറിലേക്കാണ് റോഡ് പോകുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു വന്നത് തമിഴ്നാട് ഭാഗത്തു നിന്നും ഹൈറേഞ്ച് ഭാഗത്തു നിന്ന് വരുന്നവർ മുണ്ടക്കയത്ത് എത്തിയിട്ട് മുണ്ടക്കയത്തു നിന്ന് കൂട്ടിക്കൽ വഴി ഈന്തുംപള്ളി വന്നിട്ട് കയറിപ്പോയി. ഇതാണ് ഏറ്റവും നല്ല വഴി. കൈപ്പള്ളിയിൽ നിന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വരുന്ന മലയ്ക്ക് മുകളിലേക്ക് കയറുന്നത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്. അല്ലേ ഞാൻ വന്നില്ല. അതിൽ വന്നവരൊക്കെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇതിലേ കയറിയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ആ വഴി വെട്ടി തീർന്നിടം വരെ നടന്നു പോലും നമുക്ക് ചുമ്മാ സാധാരണ നടന്നു വരുന്ന വഴിയാണ്. ആ വഴി വെട്ടി തീർന്നിടത്ത് നിന്നും ഈ ടോപ്പിലേക്ക് ഒരു കൂടി വന്നവർ ഒരു 3/4 കിലോമീറ്റർ പിടിച്ചു. അവരൊക്കെ പറയുന്നത് 300 മീറ്ററോളെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു 3/4 കിലോമീറ്റർ ദൂരം. ആ 3/4 കിലോമീറ്റർ ദൂരം നമ്മൾ അല്പം ദുർഘടമാണ്, ബുദ്ധിമുട്ടാണ് കയറി അതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മലയുടെ സൈഡിൽ കൂടെ തന്നെ കയറി വന്നിട്ട് ഇവിടെ നിന്നിട്ടൊരു ഈ താഴത്തെ ലെവൽ കാണുന്ന അവിടെ നിന്ന് ഈ മുകളിലേക്ക് കയറുന്ന ഒരു 500 മീറ്റർ അല്ലെ ഒരു 700 മീറ്റർ കൊണ്ട് അത് മാത്രം നമ്മൾ ടൈറ്റ് കയറ്റുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത്രയും ദുർഘടം പിടിച്ച മലയുടെ മുകളിൽ ഏകദേശം ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു അടിപൊളി കെട്ടിടം. എനിക്ക് തോന്നുന്നത് വരെ ബ്രിട്ടീഷുകാരുടെ കാലത്തോ വല്ലതും പണിതായിരിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ടോപ്പ് കെട്ടിടം. ഒരു ഇത്രയും ഇവിടെ നിങ്ങൾ ഈ കാറ്റും മഴയൊക്കെ നിങ്ങളുണ്ട്. ആ ചുമന്ന ഒരു അവിടെ കിണർ, ആ കിണറിനകത്ത് വെള്ളവും ഉണ്ട്. അതാണ് അത്ഭുതം. ഈ മലയുടെ മേളിലാന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് വേറൊരു വീടോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. അതൊരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരിവിടെ റബ്ബർ കൃഷി ചെയ്തിരുന്ന സമയത്ത് അവരുടെ എസ്റ്റേറ്റ് മേളാവോ അല്ലെ സായിപ്പന്മാർ അവരുടെ ഒരു എന്താ പറയുക, ഈ സായിപ്പന്മാർ നല്ല ടൂറിസം അല്ലെ പ്രകൃതി ആസ്വാദകരായിരുന്നല്ലോ. ഒരുപക്ഷെ അവർ അന്നത്തെ അവരുടെ കപ്പാസിറ്റി കൊണ്ട് അവരുണ്ടാക്കിയ ബംഗ്ലാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. നല്ല കരിങ്കല്ലെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, നമ്മളിപ്പോൾ കരിങ്കല്ല് കട്ട് ചെയ്തെടുത്ത്
ടൈൽസ് ഒട്ടിക്കുന്ന കണ്ടില്ല, അതുപോലെ അല്ലെങ്കിൽ ഞാൻ താഴെ പോകുമ്പോൾ ആ വെള്ളം ബംഗ്ലാവ് കാണിച്ചു തരാം. ആ ബംഗ്ലാവ് ഉണ്ട്, നല്ല ഭംഗിയായിട്ട് പണിത് വെച്ചിരിക്കുന്ന ബംഗ്ലാവ്. ഇത്രയും കാലങ്ങളായിട്ടും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പതുക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന വഴികളെ കണ്ടു, വളരെ റിസ്ക്കാണ്, തലയും കുത്തി വീഴരുത്. ഇവിടെയൊക്കെ ഇരുന്നും കിടന്നൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. അയ്യപ്പ, നല്ലൊരു എന്താ പറയുക, ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ NCC ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള അത്ലറ്റ്സ് ഒരു മൂഡിലുള്ളവർക്ക്, എത്ര പ്രായമുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പേസാണ് കേട്ടോ. നല്ല അതിന് പറ്റിയൊരു സ്പേസാണ്. കാരണം വെച്ചാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അതാണ്, അത് കയറി വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പ്രായം കുട്ടികളല്ലല്ലോ, ഒരു 35 വയസ്സ് 40 വയസ്സിന് മേലോട്ടുള്ളവരെന്നൊക്കെ പറയുമ്പം ഈ മരണം മേലോട്ട് കയറി വരുമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 45 അല്ല 50 വയസ്സുള്ളവർക്കും വരാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട്, അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കുന്നു. ഇതല്ല, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറകളുടെ മേളിൽ കൂടെ തന്നെ ഒരു പാറയിൽ നിന്ന് ഒരു കല്ല് എന്നൊരു കല്ല്, അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. രണ്ട് സൈഡും ഗർത്തമാണ്, അഗാധ ഗർത്തമാണ്, ചെറിയ ഗർത്തങ്ങളൊന്നുമല്ല. ഉണ്ടാ സൂപ്പറാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തത്. കാരണം വെച്ചാൽ കയറി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചെറുപ്പമല്ലല്ലോ, എനിക്കും 40-42 വയസ്സൊക്കെ ആയതല്ലേ. അപ്പം പോരാത്തെ രോഗങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനും കൂടെ അല്ലേ. അപ്പം കയറി വരുമ്പം കുറച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ, കൂടെ ആരുമില്ല, ഫ്രണ്ട്സ് ആരുമില്ല, തനിച്ചാണ് പോകുന്നത്. അപ്പം കയറി വന്നപ്പോൾ ഇച്ചിരി വിഷമങ്ങളൊക്കെ തോന്നി. പക്ഷേ എന്താ വെച്ചാൽ കുട്ടിക്കാലം മുതലിങ്ങനെ മല കയറി പരിചയമുള്ളതിൻ്റെ പേരിൽ പതുക്കെ നിന്ന് സമയമെടുത്താണ് ഞാൻ ഇതിൻ്റെ ടോപ്പിലെത്തിയത്. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ വല്ല പുറകെ വന്ന കുറച്ച് കുട്ടികൾ, ചെറുപ്പക്കാരാണ്. ഈ മലയുടെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് തൊട്ടടുത്താണ്, ഇച്ചിരി പോയാൽ മതിയെന്ന്. അപ്പോൾ അവർ ചെയ്യേണ്ട ഇവിടെ വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ ഓടി കയറുന്നതല്ലേ. പക്ഷേ അവരതിൻ്റെ ടോപ്പിലെത്തിയില്ല. അവരിടയ്ക്കുന്ന് തിരിച്ചു പോയി, മടുത്തു പോയി, പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് കണ്ടു. പിന്നെ കൈപ്പള്ളി വഴി കയറി വന്ന് കേട്ടോ, ഇല്ല കേട്ടോ, ഇങ്ങനത്തെ ഈ പാറ കൂടെ വേണം കയറി മുന്നോട്ട് പോകാൻ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന്. കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, ചെറുപ്പക്കാർ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആമ്പിള്ളേരാണ്. അമ്മമാർ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. കുട്ടികളാണ് വരുന്നത് കൂടുതൽ. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഈ എക്സ്പീരിയൻസ് ഒക്കെയാണ് ലൈഫിൽ നമുക്ക് പിന്നെ വരും കാലങ്ങളിൽ ഓർമ്മിക്കാൻ, സൂക്ഷിക്കാനുള്ളത്. കാരണം വെച്ചാൽ കേട്ടോ, ഇങ്ങനെയാണ് വഴികൾ. പുല്ലുമേട്, അത് പോതമേടെന്നാണ് എൻ്റെ അമ്മ എന്നോട് കുട്ടിക്കാലത്ത് പറഞ്ഞത്. പോതമേടെന്ന് എന്നൊക്കെ പറഞ്ഞത്, പോതമേട്. കാരണം രണ്ട് സൈഡ് ഇങ്ങനെ നമ്മളെ മൂടി നിൽക്കുന്ന രീതിയിൽ പുല്ലാണ്. ഈ പുല്ലെന്ന് പറഞ്ഞ പ്രത്യേകത കേട്ടോ, 2 തരം പുല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന പുല്ല് എന്ന് പറയുന്നത് തെരുവപ്പുല്ല്, അതായത് പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണിത്. ഈ ചെറിയ വീതി കുറഞ്ഞ പുല്ലുകൾ എന്ന് പറയുന്നത് മേച്ചിൽ പുല്ല്. അതായത് പണ്ട് കാലത്തെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീടൊക്കെ ഈ പുല്ല് കൊണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അതിൻ്റെ റൂഫിങ്. ഈ പുല്ല് ചെത്തിയെടുത്ത്, നല്ല നീളം ഉണ്ടാവും ഇത് കേട്ടോ, ചെത്തിയെടുത്ത് അത് ഉണക്കി കാട്ടുകമ്പൊക്കെ വെച്ച് കെട്ടി അതിന് മേളിൽ ഈ ഓല മടഞ്ഞ് കെട്ടി അതിന് മേളിൽ ഈ പുല്ല് വിരിക്കും. വിരിച്ച് കഴിഞ്ഞാൽ മഴയൊന്നും വന്നാൽ നനയില്ല, ചൂടുമില്ല, തണുപ്പില്ല, അല്ല AC ഇടുന്ന ആവശ്യമില്ല, അടിപൊളി സെറ്റപ്പാണ്. ആ പുല്ലാണ് ഈ പോതപ്പുല്ലെന്ന് പറയുന്നത്. പിന്നെ ഈ വീതി കൂടിയല്ലേ ഉള്ള പുല്ല് തെരുവപ്പുല്ലെന്ന് പറയും. അതാണ് അത്. ആ പുല്ല്
വാറ്റിയെടുത്തിട്ടാണ് പുൽത്തൈലം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്, പുൽത്തൈലം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഇതാണ് നമ്മുടെ വഴി. ഞാൻ കയറി വന്നപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ, കയറി വരുന്ന സമയത്ത് ഇത് എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മൊബൈലിൽ ചാർജ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് കയറി വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ. ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ കയറി വരുന്ന വഴികളും അതിൻ്റെ സാഹസികത എന്നൊക്കെ ചിലർക്ക് പറയാം. എനിക്ക് സാഹസികമായിട്ട് തോന്നുന്നില്ല. എന്നാലും ഒരുപക്ഷെ ഞാനൊരു ഇടുക്കിക്കാരനും മലമുഴക്കളിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ടായിരിക്കാം എനിക്കൊരു സാഹസികതയായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റ്. ഇതാണ് വഴി. കുട്ടികളൊക്കെ വന്ന് പോകുന്നതുകൊണ്ട് വഴി ഇപ്പോൾ തെളിഞ്ഞ് കിടപ്പെടാം. അല്ലാതെ ആരും വരുന്നില്ലായിരുന്നെങ്കിൽ ഈ ഈ പുല്ലിനകത്തൊക്കെ ഇങ്ങനെ സൂക്ഷിക്കണം. ഇതൊക്കെ പെരുമ്പാമ്പ്, ചിലപ്പം മുള്ളം പന്നി, അല്ലാത്ത പന്നി ഒക്കെ ഉണ്ടാവും. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മൾ പുല്ലിനടക്കോടെയാണ് പോകുന്നത്. ഒരു ചെറിയ കാൽപ്പാട് പോലൊരു പാത കാണാം, അത് നടന്നു പോയൊരു വഴി. അതിനെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. രണ്ട് സൈഡ് ആകാതെ കറുത്തമാണ് കേട്ടോ. ഈ സൈഡും കറുത്തമാണ്. ഇപ്പം നിങ്ങൾക്ക് ആ വഴി വ്യക്തമായിട്ട് കാണാമെന്ന് തോന്നുന്നു. കുറേ ഞാൻ ഇറങ്ങിപ്പോകുന്നു, ഒരു പകുതി പലോളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് അടുത്ത സൈഡ് ഗർത്തമാണ്. ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഓക്കെ, ഞാനൊരു ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഒരു കോൾ വരുന്നുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്.